മധ്യപ്രദേശിലെ ജബൽപൂരിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ ക്രൂയിസ് ബോട്ട് അപകടം അത് പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ടാകും. ആ ബോട്ട് അപകടത്തിൽ ഇപ്പോൾ കർശന നടപടിയെടുത്തിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ആ ബോട്ടിന്റെ പൈലറ്റിനെയും ഒപ്പം തന്നെ അതിലെ ജീവനക്കാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. അവരുടെ അശ്രദ്ധ മൂലമാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായതെന്നാണ് പറയുന്നത്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഗുഡ് ഈവനിങ്. ഇനി മേലാൽ ഇത്തരത്തിൽ ജീവനക്കാരുടെ അശ്രദ്ധ മൂലം മറ്റൊരു ജീവൻ പൊലിയരുത്, മറ്റൊരു അപകടം ഉണ്ടാകരുത്. അത് മുൻനിർത്തി കടുത്ത നടപടിയിലേക്കാണല്ലോ ഈ ജില്ലാ ഭരണകൂടം ഇപ്പോൾ പോയിരിക്കുന്നത്. കൃഷ്ണ, 3 പേർക്കെതിരെയാണ് നിലവിൽ നടപടി എടുത്തിരിക്കുന്നത്. മധ്യപ്രദേശ് ജബൽപൂരിൽ ക്രൂയിസ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ക്രൂയിസ് ബോട്ടിന്റെ പൈലറ്റും അതുപോലെ തന്നെ സഹായിയും അതുപോലെ തന്നെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആളെയുമാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഈ ജീവനക്കാരുടെ വീഴ്ചയാണ് ഇത്തരം ഒരു അപകടത്തിന് കാരണമായത്. കൃത്യമായി ബോട്ടിൽ ഈ യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റുകൾ നൽകിയിരുന്നില്ല. ഇതുകൂടാതെ തന്നെ 29 പേരായിരുന്നു ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. അത് ഈ ബോട്ടിൽ കയറ്റുവാൻ അധികം അല്ലെങ്കിൽ അതിന് അളവിനനുസരിച്ച് ആളെ കയറ്റി നടക്കുമ്പോൾ ആരോപണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് 3 പേർക്കെതിരെ നടപടി ശക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ശക്തമായ കാറ്റിന് അന്ന് അവിടെ ഒരു കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ ഇത്തരത്തിൽ ബോട്ടുമായി ഒരു സഫാരിക്ക് ഇറങ്ങിയതാണ് ഈ അപകടത്തിന് കാരണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഭരണകൂടം വ്യക്തമാക്കി. ഇത്തരം ഒരു അപകടം ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നതാണ് മധ്യപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഉന്നതതല അന്വേഷണം കൂടി മധ്യപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുരോഗമിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ 9 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. NDRFന്റെയും അതുപോലെ തന്നെ SDRFന്റെയും സംഘങ്ങൾ ഇപ്പോഴും ഈ മേഖലയിൽ തുടരുകയാണ്. ശക്തമായ പരിശോധന വിവിധ മേഖലകളിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ബോട്ട് ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നുള്ള പരിശോധനകൾ നടത്തിയിരുന്നത്. എന്തായാലും 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. പക്ഷേ നടപടികൾ ശക്തമാക്കി മുന്നോട്ട് പോകുവാനാണ് ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. എന്തായാലും അശ്രദ്ധ മൂലം ഇനി ഈ മട്ടിലുള്ള അപകടങ്ങൾ ഉണ്ടാകരുത് എന്നതിനാണ് ഇത്തരത്തിലുള്ള ഒരു കടുത്ത നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം പോയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.